ശ്രീ വിദ്യാസാഗറിലേക്ക് പോവുകയാണ്. ശ്രീ വിദ്യാസാഗർ, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്, അതിൽ അതിരൂക്ഷമായ ഭാഷ കടന്നു വരും, അതിൽ മോശം ഭാഷയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ വളരെ മോശം ഭാഷയിലാണ് വി ഡി സതീശനെതിരെ പ്രതികരിച്ചത്. അങ്ങനെ പ്രതികരിക്കാനിടയാക്കുന്ന എന്തെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളിക്കും വി ഡി സതീശനുമെതിരെ ഇടയ്ക്ക് ഉണ്ടോ? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അദ്ദേഹത്തിന് ഓരോ സമയത്ത് ഓരോ വെളിപാടുണ്ടാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നേ. പിന്നെ മിസ്റ്റർ സതീശനോട് അദ്ദേഹത്തിനുള്ള പിണക്കം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറവൂര് മണ്ഡലത്തിൽ നിന്ന് മിസ്റ്റർ സതീശൻ മത്സരിക്കുന്ന സമയത്ത് സതീശൻ വോട്ട് ചോദിച്ചോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിൽ കണിച്ചുകുളങ്ങരയിൽ പോയിട്ട് അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ആ സമയത്ത് പറവൂരിലോ അവിടെ ഒരു മീറ്റിംഗ് എല്ലാം വിളിച്ചുകൂട്ടി, SNDPO പ്രവർത്തകരെ എല്ലാം വിളിച്ചുകൂട്ടി വലിയ പബ്ലിക് മീറ്റിംഗിൽ ഈ സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കണമെന്ന് മറ്റൊക്കെ പരസ്യമായിട്ട് അവിടെ പ്രസംഗിച്ചിട്ട് പോയി. പക്ഷേ ഏതായാലും വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഫലം നേരെ വിപരീത ഫലം ഉണ്ടാക്കി. അവിടെ ധാരാളമായ ഈഴവ സമുദായ അംഗങ്ങളൊക്കെ ധാരാളമായി ഉള്ള ആ മണ്ഡലത്തിൽ മിസ്റ്റർ സതീശൻ ഉദ്ദേശിക്കാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് ആരുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രത്യേകമായ അഭ്യർത്ഥനയോ പ്രത്യേകമായ മണിയടിക്കാനോ ഒന്നും പോകാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മിസ്റ്റർ സതീശൻ. അത് മിസ്റ്റർ നടേശന് പിടിച്ചിട്ടില്ല. അന്നു മുതലുള്ള ചുരുക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പുള്ളത് എന്തൊക്കെയാണെന്നതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ ഈ സംഗതിയെ സംബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നു. അതിനുശേഷം 5 തവണ മത്സരിച്ചപ്പോഴും 5 തവണയും ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് പറവൂരിൽ കണ്ടിട്ടുള്ളത്. എക്സാക്ട്ലി ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ആം സേയിങ്. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് അവിടെ പോയി നിന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴും സതീശന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരികയാണുണ്ടായത്. അപ്പൊ അന്ന് മുതലൊക്കെയുള്ള ഒരു തരം മാനസികമായ അകൽച്ച വെള്ളാപ്പള്ളി നടേശന് സതീശനോടുണ്ട്. അപ്പൊ ഇനി അടുത്ത തവണ UDF ഇലക്ഷനിൽ ഒരു സാധ്യതയുണ്ടായി വല്ല മന്ത്രിസഭയൊക്കെ രൂപീകരിക്കുകയാണ് എങ്കിൽ സതീശനെങ്ങാനും വല്ല മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേരളത്തിന്റെ വിവിധ കോടതികളിലും മജിസ്ട്രേറ്റ് കോടതികളിലും പോലീസിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേസുകളുണ്ട്. മൈക്രോ ഫൈനാൻസ് എതിരെയുള്ളത്, അതുപോലെ ജൂബിലി ഫണ്ട് പിരിവ്, SN കോളേജ് ജൂബിലി കേസ് എന്ന് പറഞ്ഞ ഒരു കേസ് 10-65 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തും വെച്ചിട്ട് അതിന് കണക്ക് വെക്കാതെ അത് അപഹരിച്ചതിന് ഇവിടെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള അപ്പീലുകൾ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ നടേശനെ ബൈ ദിസ് ടൈം SN ട്രസ്റ്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി വൈതരണികൾക്കിടയിൽ നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു വരുംവരായികളെ മുന്നിൽ കണ്ടുകൊണ്ട് 1 മുഴമല്ല 4 മുഴം നീട്ടി മിസ്റ്റർ നടേശൻ ഒന്ന് എറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ. അതല്ലാതെ ഒരു പ്രയോജനം അത്രയ്ക്കും ദീർഘദൃഷ്ടിയോടെയൊക്കെ സതീശൻ മുഖ്യമന്ത്രിയായാൽ തന്നെ കേസിൽ കൊടുക്കും, അതേസമയം ചെന്നിത്തല ആയാൽ കൊടുക്കില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ആലുവ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആരുടെ കാലത്തായിരുന്നു? അല്ല, അങ്ങനെയല്ല. അല്ല, കൊടുക്കൂന്നുള്ളതല്ല, അദ്ദേഹത്തെ കൊടുക്കല്ല, അദ്ദേഹം കുടുങ്ങി കിടക്കാണ്. അതിങ്ങനെ ഓരോ താമസങ്ങൾ ഗവൺമെന്റ് ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെയും അതുപോലെ പാർട്ടിയെയും ഒക്കെ പതുക്കെ മണിയടിച്ചു നിന്ന് അവരുടെ അടുത്ത് ഓച്ചാനിച്ചു നിന്നും അല്ലാത്ത വിധത്തിലുമൊക്കെ അവരുമായിട്ടൊക്കെ ഉള്ള സ്വാധീനങ്ങളും സമ്പർക്കങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ അന്വേഷണം എത്ര വർഷമായിട്ട് VS അച്യുതാനന്ദൻ കൊടുത്ത പരാതിയിന്മേൽ എടുത്തിരിക്കുന്ന വിജിലൻസ് കേസ് ഞാൻ അതിനകത്ത് അഡീഷണൽ കക്ഷിയായിട്ട് ചേർന്നിട്ടുള്ള കേസാ. അദ്ദേഹത്തിന് വേണ്ട VSന് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ പലതും ലഭ്യമാക്കാൻ ആ കാലത്ത് മുതൽ പരിശ്രമിച്ചിട്ടുള്ളതാ. ആ കേസിൽ ഇതുവരത്തേക്കും ഒരു കുറ്റപത്രം കൊടുക്കാനായിട്ട് പോലീസിന്റെ അടുത്ത് ഹൈക്കോടതിയിൽ എത്ര വട്ടം ഞങ്ങൾ പോകേണ്ട വന്നതിന് ശേഷമാണ് ആ കേസുകളൊക്കെ ഒന്ന് അരങ്ങി തുടങ്ങിയത്.
പിന്നെ അതല്ലാതെ അത് പിന്നോക്ക കോർപ്പറേഷന്റെ മൈക്രോ ഫൈനാൻസ് കേസാണ്. അതല്ലാതെ മറ്റ് ബാങ്കുകളിൽ നിന്നും വിവിധ യൂണിയനുകളിലേക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നിരവധിയായിട്ടുള്ള പണാഭരണം സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ട്. കേരളത്തിന്റെ പല പോലീസ് സ്റ്റേഷനുകളിലും അതെല്ലാം കൂടെ രജിസ്റ്റർ ആക്കി കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ ഒരു പ്രത്യേക ഏജൻസി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതുവരെ അതിൽ ഒരു കേസ് പോലും ഇങ്ങനെയുണ്ടോ ഒരു അന്വേഷണം പോലീസിന്റെ, കേരള പോലീസ് എന്തൊരു അന്വേഷണമാണ് ഇത്? ഗണപതിയുടെ കല്യാണം പോലെ ഇങ്ങനെ അന്വേഷണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. ശരി, അതപ്പോൾ LDF സർക്കാരിനെതിരെയുള്ള താങ്കളുടെ വിമർശനമാണല്ലോ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തല ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭയം വേണ്ടതില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ പരിപാടിക്ക് ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ താങ്കളൊന്ന് ശരിക്കും താങ്കൾക്ക് അറിയാമല്ലോ. ഒന്ന് ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. SNDP യോഗം പരിപാടിയിൽ ഇപ്പോൾ ചെന്നിത്തല പങ്കെടുക്കുന്നു എന്നതിലാണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ചെമ്പഴന്തി ഗുരുകുലം ജയന്തി ആഘോഷത്തിൽ VD പങ്കെടുക്കുന്നു അല്ലേ? അല്ല, ചെമ്പഴന്തി ഗുരുകുലം ജയന്തി അല്ലല്ല, SNDP യോഗത്തിലും SNDP യോഗം പരിപാടിയിലും ക്ഷണിച്ചു എന്നിടത്താണ് ഈ ചർച്ച തുടങ്ങുന്നത്. NSSന്റെ പരിപാടിയിൽ ക്ഷണിച്ചു, അതോടൊപ്പം തന്നെ SNDPയും ക്ഷണിക്കുന്നു എന്നിടത്താണ് ചെന്നിത്തല 2 സമുദായ നേതാക്കൾക്കും സ്വീകാര്യൻ എന്ന ചർച്ച ഉയർന്നു വന്നത്. ശ്രീ വിദ്യാസാഗർ, ഒന്ന് കേൾക്കൂ. കഴിഞ്ഞ ചെമ്പഴന്തി ഗുരുകുലം ജയന്തി ആഘോഷത്തിൽ VD പങ്കെടുക്കുന്നു. വർക്കല ശിവഗിരി ഈ 31-ന് നടക്കുന്ന പരിപാടി, അതിലും ഉദ്ഘാടകനായി എത്തുന്നത് VD സതീശനാണ്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി വർക്കല ശിവഗിരിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് VD സതീശനാണ്. ഇതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ SNDP യോഗം ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ VD സതീശനെ തുടർച്ചയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ വലിയ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതാണ് മനസ്സിലാവാത്തത്. അത് ശരിയല്ല സ്മൃതി. VD സതീശനെ ക്ഷണിച്ച് പ്രസംഗിപ്പിച്ചത് SNDP യോഗമല്ല, അത് ശിവഗിരിയാണ്. ശിവഗിരി സന്യാസിമാരാ. ശിവഗിരി സന്യാസിമാരാ അങ്ങനെയെല്ലാം ചെയ്യുന്നതിൽ അതൃപ്തി മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ഇംഗിതത്തിന് മാത്രമായിട്ട് ശിവഗിരി സന്യാസിമാർ നിന്നു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതൊരു നല്ല സൂചനയാണ്. അതുകൊണ്ട് അത് രണ്ടായിട്ട് കാണണം. SNDP യോഗം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ശിവഗിരി. ശിവഗിരി ഈസ് അബ്സല്യൂട്ട്ലി സന്യാസിമാരുടെ നിയന്ത്രണത്തിലുള്ള അവർ തീരുമാനിക്കുന്നതാ. അവരും മിസ്റ്റർ സതീശനുമായിട്ട് നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. അവരും മിസ്റ്റർ രമേശ് ചെന്നിത്തലയായിട്ടും നല്ല ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ശിവഗിരി ഇത്തരത്തിലുള്ള വങ്കത്തരമൊന്നും ഒരു സന്യാസിമാരും വിളിച്ചു പറഞ്ഞിട്ടില്ല, പ്രവർത്തിക്കുകയില്ല. ഇദ്ദേഹം കാണിക്കുന്നത് പോലെ പറയാൻ കൊള്ളാവുന്ന ശൈലിയോ ഒരു സമുദായ നേതാവ്. ശരി, വെള്ളാപ്പള്ളി തോൽപ്പിക്കണം എന്ന് പറഞ്ഞ VM സുധീരൻ ഇവിടെ ജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി തോൽപ്പിക്കണമെന്ന KC വേണുഗോപാൽ ജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി തോൽപ്പിക്കണം എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും നല്ല ഭൂരിപക്ഷം ലഭിച്ചു. അപ്പോൾ സമുദായ നേതാവ് എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആഹ്വാനം യഥാർത്ഥത്തിൽ സമുദായാംഗങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവായി അതിനെ കാണണമോ? വിപരീത ഫലമാണ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മാന്യന്മാരെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കാണുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാ. എങ്കിലും ഞാനും കൂടെ പറഞ്ഞിട്ടാണ്, അഥവാ ജയിച്ചാൽ, അഥവാ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ദീർഘദൃഷ്ടിയോട് കൂടി നീട്ടിയെറിയുക. കോൺഗ്രസിലുള്ള സമുന്നതരായ നേതാക്കന്മാരെ പലരെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അപ്പോ അങ്ങനെയുള്ളപ്പോ ഇനി അടുത്ത തവണ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ആ ടീമിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി പദമായിട്ട് അവരോധിക്കപ്പെടുകയുമാണ് എങ്കിൽ എന്താകും എന്ന ഉത്കണ്ഠ ഇപ്പോഴേ വെള്ളാപ്പള്ളിയുടെ ഉറക്കം കെടുത്തുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 മുഴം നീട്ടി ഇറങ്ങിയിരിക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ്, ഇതാണ് അതിന്റെ വസ്തുത. അതല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല. ഇപ്പോ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് തികച്ചും അനവസരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശരി, ഞാൻ തിരിച്ചെത്താം. വെറുപ്പും വിദ്വേഷവും യഥാർത്ഥത്തിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.